തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരെ തിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. എല്ലാവരും ഒരുമിച്ചാണ് ഇതിൻ്റെ പോരാടേണ്ടത്. അത് SFIയെ പിരിച്ചുവിടണമെന്നുള്ള ആഗ്രഹം SFI രൂപം കൊണ്ട അന്ന് മുതലുള്ളവരാണ്, അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. ഈ ലഹരി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ SFIയെ പിരിച്ചുവിടണം എന്ന് ആഗ്രഹിച്ചവരാണവർ. അതിൻ്റെ ഭാഗമായി SFIയിൽ പ്രവർത്തിച്ച നിരവധി വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഈ വിഷയം വരുമ്പോൾ കിട്ടിപ്പോയി, SFIക്ക് കിട്ടട്ടെ. അപ്പം ലഹരിയല്ല പ്രശ്നം, SFIയാണ് പ്രശ്നം. അങ്ങനെ മാറരുത്, അത് തെറ്റല്ലേ. അങ്ങനെയാണോ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്? ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പറയാണ്, ഈ കേരളത്തിലെ ലഹരി പോലുള്ള ഇത്തരം വിഷയങ്ങളുടെ പ്രധാന കാരണം UDF ആണ്. UDF യോഗം കൂടി തീരുമാനിച്ചിട്ടാണ് ഇതിൻ്റെ വിതരണം നടത്തുന്നത്. അല്ലെങ്കിൽ UDF ആണ് ഇതിൻ്റെ ഏജൻറ്റുമാർ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എത്ര അപക്വമാണ്. ശരിയാണത്? അങ്ങനെയല്ലല്ലോ നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ പോയിൻ്റ് ചെയ്തുകൊണ്ട് ഇവരാണ് ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് ഞാൻ പറയുകയാണെങ്കിലോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പെട്ടെന്ന് പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടും ആളുകൾ ഇതിൻ്റെ ഭാഗമായി മാറുകയാണ്. ഒരു അപകടകരമായ വർഗം ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നു. എ ഡേഞ്ചറസ് ക്ലാസ്. മഹാനായ ലെനിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയാണ്. ഇവിടെ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ദയവ് ചെയ്ത് ഇതിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ കലർത്തരുത്. ഇതിൽ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, അത് ലഹരിയെ തുരത്തുക എന്നുള്ള രാഷ്ട്രീയമാണ്. അതിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞോ? ലഹരി കഴിഞ്ഞോ? അത് നമ്മളതിൻ്റെ നേരത്തെ എടുത്ത തീരുമാനമുണ്ട്. പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി പല നിലയിലും ഇതും മറ്റു ചില വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.